ഹലോ എലഗൻറ്റ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കറ്റാർവാഴയും ആര്യവേപ്പിലയും മഞ്ഞളും ഉപയോഗിച്ചിട്ടുള്ള ഒരു സോപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കറ്റാർവാഴയുടെ നീര് ഒരുപാട് ഉണ്ടായപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് അടിച്ചു വെച്ചതാണ് കേട്ടോ ഇത്. അത് നമുക്ക് അങ്ങനെ ചെയ്ത് വെച്ച് ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാണ്ട് ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ കറ്റാർവാഴ നീരും ആര്യവേപ്പിലയും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനതിൽ ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം ഞാനത് നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തിട്ട് ഞാനിതിൻ്റെ ചണ്ടി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കൊന്ത് എന്നൊക്കെ പറയും. ഈ സാധനം നമ്മളത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം ഫേസ് മാസ്ക് ആക്കിയിട്ടും ഓയിലായിട്ടൊക്കെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൂപ്പറാണ്. പിന്നെ അങ്ങനെ ഒരു ഓയിലും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 1 ഗ്ലാസ്സോളം നീര് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് 1/2 കിലോൻ്റെ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു പഴയ പാത്രത്തിൽ നമ്മൾ സോപ്പൊക്കെ അല്ലേ ചെയ്യുന്നത്, അപ്പം നമ്മളൊരു പഴയ പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ നമ്മൾ കട്ട് ചെയ്ത സോപ്പിൻ്റെ ബേസ് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ സ്റ്റീൽ പാത്രം തന്നെ വേണം, പ്രത്യേകം പറഞ്ഞേക്കാം. അങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. അങ്ങനെ നന്നായി മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നല്ല കട്ടിയുള്ള കറ്റാർവാഴയും മഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് അടിച്ച് വെച്ച് പിഴിഞ്ഞ് വെച്ച നമ്മുടെ നീരാണ്ടത് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ മാറ്റി വെച്ച പിണ്ടി ഉണ്ടായിരുന്നല്ലോ, ആ പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് ഇത്. ഇതും ഞാൻ ഡെയിലി ശരീരത്തിൽ തേക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ സോപ്പുകളിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞാനിത്. അങ്ങനെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഓയിൽ. ഇങ്ങനെ നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കിയിട്ട് സോപ്പിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് ഈ മെത്തേഡും ചെയ്യാം കേട്ടോ. ഒപ്പം നീരടിച്ചിട്ട് ആ നീര് ഉപയോഗിച്ചിട്ടും രണ്ടും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് നല്ല റിവ്യൂ പറഞ്ഞു തരുന്നുണ്ട്. നല്ലതാണ് ചേച്ചി, നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇതേ വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചേർത്തതിന് ശേഷം ഞാനിത് ഒരു ഫ്രാഗ്രൻസ് ഒരു ടീസ്പൂണ് ഫ്രാഗ്രൻസും 2 ടീസ്പൂണോളം ഓയിലും കൂടിയിട്ടാണ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാനത് മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നേരത്തെ കണ്ട പോലെ വെള്ളം പോലെയായിട്ടാണ് കിട്ടുക. അത് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 4 മണിക്കൂറിന് ശേഷം ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഇത് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. ഞാനും സെയിൽ ചെയ്യുന്നുണ്ട്. ഉപയോഗിച്ചവരൊക്കെ നല്ലൊരു റിസൾട്ട് പറയുന്ന ഒരു സോപ്പാണ്. നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുകളായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.